ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 മെയ് മാസം കർക്കടകക്കൂറിൽ വരുന്ന പുണർദത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമ ശനിയുടെ ദോഷഫലങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അഷ്ടമ ദോഷഫലങ്ങളൊന്നും ഒക്കെ ഇപ്പോൾ മാറി. ശനി മീനത്തിലേക്ക് രാശി മാറിയപ്പോൾ 8 നിന്ന് 9 ശനി മാറി. ഇനി വരുന്ന 2.5 വർഷക്കാലമൊക്കെ ശനിയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല. മെയ് മാസത്തിൽ വ്യാഴവും രാശി മാറുന്നുണ്ട്. അതുപോലെ രാഹുകേതുക്കൾക്കും രാശിമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെയൊക്കെ രാശിമാറ്റം മൂലം ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി ഈ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കൂടി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മെയ് മാസത്തിൽ വ്യാഴത്തിൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും ഒക്കെ മാറ്റമുണ്ട്. ആ ഗ്രഹസ്ഥിതി മൂലം എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അത് മെയ് മാസത്തെ മാത്രം ഫലമാണ്. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശാകാലം ഗുണകരമാണോ അല്ലെങ്കിൽ ദോഷകരമാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുമുണ്ട്. ഗുണകരമാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നതാണ്. ആദ്യം തൊഴിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. തൊഴിൽപരമായിട്ടൊക്കെ വളരെയധികം അനുകൂലമായ സമയമാണ്. തൊഴിൽ വളരെ എനർജറ്റിക്കൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ ഈ സമയത്ത് ഞാൻ എൻ്റെ കാര്യം എന്നൊരു തോന്നലൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതൊക്കെ അല്പം മാറ്റി നിർത്തുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിരിക്കും. അതുപോലെ ഏത് കാര്യത്തിലും എനിക്ക് പ്രയോറിറ്റി കിട്ടണം എന്ന തോന്നലൊക്കെ വളരെയധികം ഉണ്ടാകുന്നതാണ്. അതൊക്കെ ചെറിയ ദോഷങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ സഹപ്രവർത്തകരോട് വളരെ സൗമ്യമായിട്ടൊക്കെ പെരുമാറാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ മേഖലയിലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മുന്നിട്ടൊക്കെ നിൽക്കുന്ന സമയമാണ്. നിങ്ങളുടെ ആജ്ഞാശക്തിയൊക്കെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ തൊഴിലിലൊക്കെ വളരെ നല്ല രീതിയിലൊക്കെ ഉള്ള പെർഫോമൻസൊക്കെ കാഴ്ചവയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ പെർഫോമൻസൊക്കെ മൂലം നിങ്ങൾക്ക് തൊഴിൽ സ്ഥാനക്കയറ്റവും വേതന വർധനവും ഒക്കെ ലഭിക്കുന്നതുമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ്. അതുപോലെ അനാവശ്യമായി നിങ്ങൾക്കുണ്ടാകുന്ന വെപ്രാളം, ടെൻഷൻ ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ അനാവശ്യമായിട്ട് ആരുടെ പ്രശ്നമാണെങ്കിലും അനാവശ്യമായിട്ടൊന്നും പോയി ഇടപെടരുത്. അതുപോലെ രാഷ്ട്രീയ ഇടപെടലുകൾ തൊഴിലിൽ ഒരു കാരണവശാലും നടത്തരുത്. തൻ്റെ മുന്നിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളിൽ വെറുതെ ആണെങ്കിലും പോലും പോയി ഒരു അഭിപ്രായം പറയാനും നിൽക്കരുത്. പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ മെയ് 15 മുൻപ് വളരെ നല്ല സമയമാണ്. അപ്പം ജോലിയൊക്കെ മെയ് 15 മുൻപ് കണ്ടെത്താൻ ശ്രമിക്കുക. ഈ ബിസിനസ്സുകാരുടെ കാര്യം നോക്കിയാൽ ബിസിനസ്സിൽ പുതിയ ഐഡിയകളൊക്കെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ആഡൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ എന്തെങ്കിലും പുതിയ കാര്യങ്ങളും ബിസിനസ്സിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബിസിനസ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഉത്കണ്ഠയൊക്കെ വർദ്ധിക്കും. അതുപോലെ ബിസിനസ് സംബന്ധമായിട്ട് യാത്രകളൊക്കെ ധാരാളം ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ്. ഇനി ധനത്തിൻ്റെ കാര്യം നോക്കിയാൽ ധനപരമായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ കൂടുതൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അത് മാസത്തിൻ്റെ പകുതിക്ക് മുൻപ് ആയിരിക്കും കൂടുതൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ജോലിയിൽ നിന്നുള്ള വരുമാനമൊക്കെ വർദ്ധിക്കും. അതുപോലെ ദിവസ വരുമാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ വരുമാന വർധനമൊക്കെ ഉണ്ടാകും. എന്നാൽ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ്. അതിനാൽ മാസത്തിൻ്റെ ഒരു പകുതിക്കൊക്കെ ശേഷം ചിലവുകളുടെയൊക്കെ കാര്യത്തിൽ വളരെയധികം നിയന്ത്രണം ഏർപ്പെടുത്തണം. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ ഗവൺമെൻറ് സംബന്ധമായ എക്സാമൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക്, PSC പോലുള്ള എക്സാമൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാസത്തിൻ്റെയൊക്കെ പകുതിക്ക് മുൻപാണെങ്കിൽ വളരെയധികം ഗുണകരമാണ്.
15 മാസത്തിൻ്റെ പകുതിക്ക് ശേഷവും ഗുണകരമാണ്. എന്നാൽ കൂടുതൽ ഗുണം 15 മുൻപാണ്. ഗവൺമെൻറ് എക്സാം അല്ലാതെ മറ്റ് എക്സാം എഴുതുന്നവർക്കും ഗുണകരമായ സമയം ഒക്കെയാണ്. പഠനത്തിൽ നിങ്ങളുടെ പഠിക്കാനുള്ള എനർജിയൊക്കെ വർദ്ധിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വിനയായേക്കാം. നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ വിനയായേക്കാം. അതുപോലെ ചില കാര്യങ്ങളിൽ കൺഫ്യൂഷനുകളും ഒക്കെ നിങ്ങളെ ബാധിക്കുന്നതാണ് ഈ സമയത്ത്. ഇനി വിവാഹ ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങളുടെ പങ്കാളിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്നത്, അതുപോലെ ചില കാര്യങ്ങളിലൊക്കെ ആവശ്യമില്ലാത്ത ടെൻഷനുകൾ ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് നാളായിട്ടൊക്കെ നിങ്ങളുടെ പങ്കാളിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പങ്കാളിക്ക് ആരോഗ്യപരമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതും ഈ സമയത്ത് മാറുന്നതാണ്. നിങ്ങളുടെ പങ്കാളിക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങൾ തമ്മിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ അതും മാറിക്കിട്ടുന്നതും വിവാഹ ജീവിതമൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ കടന്നു പോകുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ദേഷ്യം അല്പം നിയന്ത്രിക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ദേഷ്യമൊക്കെ കൂടുന്ന സമയമാണ്. അതല്പം നിയന്ത്രിക്കണം എന്ന് മാത്രം. ഈ ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് നിങ്ങളോട് വളരെയധികം കെയർ ഉണ്ടാകും. നിങ്ങളോട് വളരെയധികം സ്നേഹം ഒക്കെ നിങ്ങളോടുണ്ടാകുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം, ഫ്രസ്ട്രേഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. അതെല്ലാം ഒഴിവാക്കിയാൽ ലവ് റിലേഷൻ വളരെയധികം ഗുണകരമായി പോകുന്നതാണ്. ഇനി ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഈ മാസം കൂടുതൽ യാത്രകളൊക്കെ ഉണ്ടാകുന്നതാണ്. ആ യാത്രകളൊക്കെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രകളിൽ ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. വെളിയിൽ നിന്നുള്ള ഭക്ഷണകാര്യം ശ്രദ്ധിക്കണം. അതുപോലെ കുടിക്കുന്ന വെള്ളം ഇതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഡൈജഷൻ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതുപോലെ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മധുരമൊക്കെ കുറച്ച് ഉപയോഗിക്കുക. മരുന്നൊക്കെ സമയാസമയങ്ങളിൽ കഴിക്കുക. നിങ്ങൾക്ക് മെയ് മാസത്തിൽ കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം കഴിയുന്നത്ര തവണ നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. നിങ്ങൾക്ക് കഴിയുന്ന വഴിപാടുകളും ചെയ്യുക. അതുപോലെ വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കണം. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.